ഹലോ ഗൈസ്, ഇപ്പം നമ്മുടെ കത്തി നിൽക്കുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ളത്. ഇന്നലെ ആ ന്യൂസൊക്കെ കുറെ റീൽസും വീഡിയോസും ഒക്കെ ഞാൻ കണ്ടു. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു UAE ആരെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാളുടെ റിയാക്ഷനും കണ്ടില്ല, ബട്ട് 2-3 ആൾക്കാരുടെ സ്റ്റോറിയിൽ പോസ്റ്റ് കണ്ടു. മേ ബി UAEയുടെ ലോഡ് പവർ കാരണമാവാം, ലോ പേടിച്ചിട്ടാവാം. കാരണം ഇവിടെയുള്ള ഒരാൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തും ഘോരഘോരമായി പ്രസംഗിക്കുന്ന നമ്മുടെ UAE ഇൻഫ്ലുവൻസേഴ്സ്, എല്ലാ വിഷയത്തിലും ഇടപെട്ട് സംസാരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ്, മേ ബി ഇവിടുത്തെ ലോ നല്ല പേടിയുള്ളതുകൊണ്ടാണ്. ഇവിടെ ഉള്ള ഒരാൾക്കെതിരെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ 2 ടൈം ആലോചിച്ചിട്ടാണ് ആൾക്കാർ സംസാരിക്കുള്ളൂ. പിന്നെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മേ ബി ഇത് മോണിറ്ററി ബെനിഫിറ്റ്, അവരുടെ ലൈക്ക് ദേ ഹാവ് എ ഗുഡ് മാർക്കറ്റിംഗ് ടീം. മോണിറ്ററി ബെനിഫിറ്റ് ആകാം വേറൊരു റീസൺ. കാരണം പിന്നെ ഈ വിഷയത്തിൽ എന്റെ കാഴ്ചപ്പാട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് വന്നത് ഇത്രയും അറിയപ്പെടുന്ന ഒരാള്, അത്രയും ചാരിറ്റിയും പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരാളുടെ പേജിൽ നിന്ന് വന്ന് എന്നുള്ളത് വളരെ വേദനയുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒക്കെ ബാക്കില് ലൈക്ക് ഇപ്പൊ എല്ലാവരും അദ്ദേഹത്തെ ട്രോൾ ചെയ്ത് അദ്ദേഹത്തെ ബഹിരാകാശത്തേക്കൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് ലൈക്ക് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. അവർ രണ്ടുപേരും സ്റ്റേജിലേക്ക് കയറി വന്നപ്പം ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഞാൻ ഈ പേരുകളൊന്നും എടുക്കാത്തതെന്ന് പറഞ്ഞാൽ, ഒന്നാമത് UAE ലോയിൽ നല്ല പേടിയുള്ളത് കൊണ്ടാണ് പേരെടുക്കാത്തത്. അപ്പം ഈ വിഷയം സംസാരിക്കുന്നത്, പിന്നെ ഇവർ ഒരു രീതിയിലും എനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. പക്ഷെ ആസ് ഞാൻ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് എന്റെ ഒപ്പീനിയൻ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ്. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോയില് ഇവരൊപ്പം സ്റ്റേജിൽ കയറി ഫോട്ടോ എടുക്കുന്ന, അതിൽ ക്ലിയർലി എവിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ ഫേസ് എന്ന്. അയാൾക്ക് എന്തോ പെട്ടെന്നൊരു ഇഷ്ടക്കേടുള്ള ഒരു ഫേസ് ആണ്. ബാക്കിയുള്ള ആൾക്കാരുടെ ഫേസ് കമ്പയർ ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാർ സ്റ്റേജിൽ കയറിയപ്പം ഉണ്ടായ ഹാപ്പിനെസ് അവർക്ക് ഇവർ രണ്ടുപേരും സ്റ്റേജിൽ കയറിയപ്പോൾ ഉണ്ടായിട്ടില്ല. ഓക്കെ, ആൻഡ് വിളിച്ചു വരുത്തി അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ ഇത്രയും സെലിബ്രിറ്റീസ് പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ എന്തായാലും അയാൾ പേഴ്സണലി വിളിക്കുന്നതല്ല, അതൊരു മാർക്കറ്റിംഗ് ടീമിനെ ഏൽപ്പിക്കുന്നതാണ്. അപ്പൊ മാർക്കറ്റിംഗ് ടീമാണ് ഇവരെ ഇൻവൈറ്റ് ചെയ്യുന്നതും കൊണ്ടുവരുന്നതും. ഇവർ സ്റ്റേജിൽ കയറുമ്പോൾ ഒക്കെ ആയിരിക്കും, മീൻസ് ഇത്ര ലൈൻ ഓഫ് സെലിബ്രിറ്റീസ് വരുന്നുണ്ട്, പക്ഷെ ആര് എന്നൊക്കെ അദ്ദേഹത്തിന് അറിയണ്ടാവത്തില്ല. അപ്പം ഈ സെലിബ്രിറ്റീസ് സ്റ്റേജിൽ കയറുമ്പോൾ ആയിരിക്കും ആരൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് പുള്ളിക്കാരന് മനസ്സിലാവുന്നത്. അപ്പം ആ സ്റ്റേജിൽ ക്ലിയർലി എവിഡന്റ് ആണ് അയാളുടെ ഫേസ് ചേഞ്ചസ് നിങ്ങൾക്ക് വീഡിയോസിൽ നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ പുള്ളിക്കാരന്റെ സൈഡിൽ നിന്നുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനെ പ്യൂർലി ഞാൻ മാർക്കറ്റിംഗ് ടീമിനെ പറയുള്ളൂ. ഈ മാർക്കറ്റിംഗ് ടീമിലെ ഒരാളെ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ച് ചോദിച്ചപ്പോൾ മാർക്കറ്റിംഗ് ടീമിലെ ആള് പറഞ്ഞത് അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിട്ടില്ല എന്നാണ് ഈ ഒരു മാർക്കറ്റിംഗിലുള്ള ഒരാൾ പറഞ്ഞത്. അപ്പം സോ എന്റെ അഭിപ്രായത്തിൽ വെറുതെ ഇവരൊക്കെ ഈ വലിയ ബിസിനസ് ടൈക്കൂൺസും അവരൊക്കെ എന്താ വെച്ചാൽ അവർക്ക് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇരുന്ന് കുത്താനുള്ള ടൈം ഉണ്ടാകും. ദിസ് ഇസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, അവരൊരു മാർക്കറ്റിംഗ് ടീമിനെ ഏൽപ്പിക്കുകയാണ്. പക്ഷെ ഈ മാർക്കറ്റിംഗ് ടീമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് അവരെ വീഡിയോ പോസ്റ്റ് ചെയ്തു, മാർക്കറ്റിംഗ് ടീം വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിനകത്ത് കുറച്ച് 2-3 പിന്നെ ബാഡ് കമന്റ്സ് വന്നപ്പം അവരെ മാർക്കറ്റിംഗ് മൈൻഡിൽ അവരെ വിചാരിച്ചിട്ടുണ്ടാവും ഇതിങ്ങനെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടെ റീച്ച് ആവും. പക്ഷെ ഈ അതിബുദ്ധി എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ബിഗ് ബോസ് കയറുന്നതിന് മുമ്പാണ് ഇവർ ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇവർക്ക് ഫേവർ ആയിട്ട് വന്നേനെ ആ പോസ്റ്റ്. പക്ഷെ ഇവർ ബിഗ് ബോസ് കയറി അത്രയും ആൾക്കാർ ആക്സെപ്റ്റൻസ് കിട്ടിയിട്ട് കത്തി നിൽക്കുന്ന ഒരു ടൈമാണ്. അതെങ്കിലും മാർക്കറ്റിംഗിന്റെ ആൾക്കാരൊന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു. അത് നെഗറ്റീവായിട്ടേ വരും. മേ ബി റീച്ച് ആണ് അവർ ഉദ്ദേശിച്ചത്, പക്ഷെ അത് നെഗറ്റീവ് റീച്ച് ആയി. പക്ഷെ ഇത് കാരണം എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാല്, ഇദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം ആൾക്കാർ മറന്ന് വെറും ഈ ഒരു ഇഷ്യൂ മാത്രം പിടിച്ച് അതൊരു നെഗറ്റീവിലേക്ക് പോയി. ആൻഡ് പിന്നെയും ഞാൻ പറയുന്നത്, വിളിച്ചു വരുത്തി അഭിമാനിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു മനുഷ്യന്റെ ഹ്യൂമാനിറ്റി ഉള്ള ഒരാൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ് വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നുള്ളത്. സോ അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇത് തികച്ചും മാർക്കറ്റിംഗ് ടീമിന്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് ക്ലിയർലി എവിഡന്റ് ആണ്. പിന്നെ അദ്ദേഹം സ്റ്റേജിൽ നിന്ന് അവരൊപ്പം പോസ്റ്റ് ചെയ്തൊരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൽ അദ്ദേഹത്തിന്റെ ഫേസ് എക്സ്പ്രഷൻ കാണുന്നുണ്ട്. അത് അവരെ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ നമ്മള് ഈ 2 വ്യക്തികളെ അവരെ ഇഷ്ടത്തിന് വിടുക എന്ന് പറയുന്നത് പോലെ തന്നെ, ഇപ്പം എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. അത് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർ, താല്പര്യമില്ലാത്ത ആൾക്കാരോട് ഇവരെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയാൻ എനിക്കൊരു റൈറ്റും ഇല്ല.
നമ്മൾ അവരുടെ ഇഷ്ടങ്ങളും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ അതിൽ വിളിച്ചു വരുത്തി അഭിമാനിക്കുക എന്നുള്ളത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്.